വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ചിതാൻ നെക്സ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ വെബ്സൈറ്റിലും ഈ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആട്ടോ. അതിൽ ഫോട്ടോസും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് നമ്മൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ കൂടെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടും. ഇതിലൊരു 1-2 മിനിറ്റ് ഡിലേ ആവും. നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമ്പോൾ അപ്പോൾ അതും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിന് ശക്കര ഒരു ഡിലേ 1-2 മിനിറ്റ് ഡിലേ വന്നിരിക്കാം. പക്ഷേ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ ബൈ നൗ കൊടുക്കുമ്പോൾ വാട്സപ്പിൽ തന്നെ കറക്റ്റ് ഒരു പെട്ടെന്ന് തന്നെ ആ സെക്കൻഡ് 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടും. പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ടാണെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിയോ, പിന്നെ എല്ലാത്തിൻ്റെ ഫോട്ടോസും കാണാൻ പറ്റും. അപ്പം ഇഷ്ടമുള്ളവർ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ www.elajoins.com നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്താലും നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിലോട്ട് എത്തിച്ചേരാം. പിന്നെ ചുരിദാർ, കുർത്ത എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഏത് സെക്ഷനാണോ അതിൽ കയറി നോക്കിയിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതി. ബൈ നൗ കൊടുക്കുക. പേയ്മെൻറ്റ് ഗേറ്റ്വേ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നേരെ ബൈ നൗ കൊടുത്ത് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നോർമലി വരുന്ന പോലെ തന്നെ ഗൂഗിൾ പേയോ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മതി കേട്ടോ. നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇതൊരു ജൂട്ട് ഫിനിഷുള്ള ഫാബ്രിക് ആണ്. ഇപ്പം കുറച്ച് നാളായിട്ട് എപ്പോഴും സെയിം കളർ ടോണിലുള്ള ഐറ്റംസ് അല്ലേ കൂടുതലും വരുന്നത്. കോൺട്രാസ്റ്റ് വരുന്നത് വളരെ കുറവാണ്. അങ്ങനെ കോൺട്രാസ്റ്റിൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഭയങ്കര പ്രൈസ് എന്നൊന്നും പറയാലും നമുക്കൊരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു ഐറ്റം. ഫ്രണ്ട് പോർഷനിൽ കുഞ്ഞായിട്ട് ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. മെറ്റീരിയൽ നല്ല ആട്ടോ, ഭയങ്കര പാർന്നൊന്നും നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞ ജൂട്ട് ഫിനിഷ് ആണ്. ഒതുങ്ങി കിടക്കുന്ന സൈസ് മെറ്റീരിയൽ. സിൽക്കി ലുക്ക് ആട്ടോ, അങ്ങനെ കോട്ടൺ ലുക്ക് അല്ല, സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കിന്റെ ലുക്കാണ്. ബോട്ടം വരുന്നത് ഇത്. നമുക്ക് കോമ്പിനേഷൻ നല്ല രസമില്ല കാണാൻ. നല്ലൊരു ലാവണ്ടറിന്റെ ഒരു കോമ്പിനേഷൻ, അത് വെച്ച് പീച്ചുമായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെയിം തന്നെ പിങ്കിഷ് പീച്ച് ആട്ടോ. നോർമൽ പീച്ചിനേക്കാളും കുറച്ചുകൂടി രസമുള്ള ഷെയ്ഡാണ്. രണ്ട് കളറോടെ അടിപൊളിയാണ്. അതിൻ്റെ ആ ഒരു സെയിം നമുക്ക് ആ ഒരു ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്ന കളർ ആ ഒരു കോൺട്രാസ്റ്റ് മാച്ചിങ്ങിൽ വെച്ചിട്ടാണ് ഇതിൽ ത്രെഡ് വർക്കും കൊടുത്തേക്കുന്നത്. ത്രെഡ് ഒരു ലാവണ്ടർ ഷെയ്ഡിലും ഉണ്ട്. പിന്നെ ആ ഒരു ഷുഗർ ബീഡ്സിന്റെ കളർ പിങ്കിഷ് പീച്ച് കളറുമാണ്. ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആട്ടോ. അതിൽ ഫുള്ളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെമി ആയിട്ട് വരുന്ന ഐറ്റം ഇല്ലേ, സോഫ്റ്റ് സിൽക്കിന്റെ സെമി ആയിട്ട് വരുന്ന മോഡലാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. ഈ പ്രൈസ് റേഞ്ച് വെച്ചിട്ട് എന്തായാലും നല്ല ആട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് U637, റേറ്റ് 1190, 1190. നമുക്ക് ടോപ്പിന്റെ കളർ നല്ല ഡാർക്ക് ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡും ലൈറ്റ് ഗ്രേ ടോണുമാണ് കോമ്പിനേഷൻ വരുന്നത്. നമ്മളിങ്ങനെ കോൺട്രാസ്റ്റ് കാണാതിരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കിട്ടുന്നത്. നല്ല രസമുള്ള കളർ കോമ്പിനേഷനാണ്. ടോപ്പിന്റെ കളർ നല്ലതാട്ടോ, ഭയങ്കര രസമാണ് കാണാൻ. നല്ല ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡ്. അതിൻ്റെ കൂടെ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, കോൺട്രാസ്റ്റ് അങ്ങനെ ഇപ്പോൾ വരുന്നത് വളരെ കുറവാണ്. ഇത് നല്ല ഷെയ്ഡ്സ് വെച്ചിട്ട് തന്നെയാണ് കോൺട്രാസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ നമ്പർ വരുന്നത് U638, റേറ്റ് 1190. അടുത്ത് നമ്മുടെ ഫസ്റ്റ് കളറുമായിട്ട് വലിയ വേരിയേഷൻ ഇല്ല. പക്ഷെ ഇതൊരു വൈൻ ഷെയ്ഡാണ് ടോപ്പിൽ വരുന്നത്. മറ്റേത് കുറച്ചൊരു ലാവണ്ടറിന്റെ ഡാർക്കർ ഷെയ്ഡ് അല്ലായിരുന്നോ, ലൈറ്റ് പിങ്ക് കളറാട്ടോ കോമ്പിനേഷൻ. ഇതിൻ്റെ അകത്തെ ആ ഒരു ദുപ്പട്ടയ്ക്കകത്തും അക്കോവ പോലെ ചെറുതായിട്ട് കട്ട് വർക്ക് പോലത്തെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇത് ഭയങ്കര നല്ല സോഫ്റ്റ് ഫാബ്രിക് ആട്ടോ. ടോപ്പിന് അങ്ങനെ വാഷ് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. ദുപ്പട്ട എപ്പോഴും എടുത്ത് വാഷ് ചെയ്യരുത്, കാരണം സെമി സിൽക്കിന്റെ തന്നെ ഒരു സോഫ്റ്റ് ഫിനിഷുള്ള ഫാബ്രിക്കാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക്. നമുക്ക് ടോപ്പും ബോട്ടത്തിനും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ലതായിട്ട് വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ദുപ്പട്ട ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന രീതി ചെയ്തേക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാണാൻ നല്ല കേട്ടോ, നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല ഫാബ്രിക്കാണ്. സൈഡ് ബോർഡേഴ്സ് കുഞ്ഞായിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റേ ആ ഒരു എംബ്രോയിഡറി പോലെ തന്നെ ഒരു ഇച്ചിരി പീച്ചിന്റെ കോമ്പിനേഷനിൽ വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഐറ്റം. എന്തായാലും നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ നമ്പർ U779, റേറ്റ് 1190. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത്, ഇത് ടോപ്പിന്റെ കളർ ഒരു നോർമൽ ബ്ലൂ അല്ല, ഗ്രീനിഷ് ബ്ലൂ കളർ ആട്ടോ. നല്ല കോമ്പിനേഷനാണ്. നല്ല തെളിഞ്ഞ ഒരു പിങ്കിഷ് പീച്ചാണ് കോമ്പിനേഷന് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആട്ടോ, ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഫ്രണ്ട് പോർഷനിൽ കോൺട്രാസ്റ്റ് ആ ഒരു പിങ്കിന്റെ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ടോപ്പിന്റെ കളർ ചെറിയൊരു വ്യത്യാസം കാണും. ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ ആട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് U636, റേറ്റ് 1190. നമുക്കിത് ലാസ്റ്റ് കളർ വരുന്നത്, ഇതൊരു ഡസ്റ്റി ലാവണ്ടർ ഷെയ്ഡും നല്ലൊരു ഡസ്റ്റി പീച്ച് കളറുമാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. എല്ലാം നല്ല ഷെയ്ഡ്സ് ആട്ടോ. കുറച്ചൊരു ലുക്കുള്ള കളേഴ്സ് മാത്രമാണ് നമുക്ക് ആ ഒരു കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഇതും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര എടുത്ത് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ലെങ്കിലും നമുക്ക് രണ്ട് ഷെയ്ഡും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എടുപ്പുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട്. പിന്നെ ബോട്ടം വരുന്ന ആ ഒരു ഡസ്റ്റി പീച്ച് കളർ, ടോപ്പ് ഡസ്റ്റി ലാവണ്ടർ ടോൺ. ഇതിന്റെ നമ്പർ വരുന്നത് U635, റേറ്റ് 1190.